ഇനി നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത് കേട്ടോ. ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. 3 ഗ്ലാസ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 5 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 6 കട്ട ശർക്കരയാണ് ഇതുപോലത്തെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം. ശർക്കരപ്പാനി ചൂടാറിയതിന് ശേഷം അരി ഇതിൽ അരച്ചെടുക്കാം. അരി മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ശർക്കരപ്പാനി വെച്ച് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂണ് മൈദയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തരികളോട് കൂടിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. രാത്രി അരക്കണമെങ്കിൽ നമുക്ക് രാവിലെ അത് ചുട്ടെടുക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളത് മാറ്റി വെക്കണം. ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് കരിഞ്ജീരകം, 1/2 ടീസ്പൂണ് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല തിക്ക് മാവാക്കി എടുക്കണം. മാവ് അരച്ച പാടന്നെ നമുക്ക് ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു പിഞ്ച് സോഡപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചുട്ടെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം. ഇതൊന്ന് പൊങ്ങി വെക്കേ. കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഗോൾഡൻ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നെയ്യപ്പം നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.